CPM ജില്ലാ സമ്മേളനത്തിൽ വെള്ളം വിതരണം ചെയ്യാൻ ഉപയോഗിച്ച ചില്ലുകുപ്പിയായിരുന്നു സമീപ ദിവസം സൈബർ ബുള്ളിങ്ങിനും ട്രോളിനുമൊക്കെ ഇരയായ പ്രധാന വിഷയം. ചിലപ്പോഴൊക്കെ കളിയാക്കലുകൾ അതിര് കടന്നില്ലേ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു സൈബർ അറ്റാക്കുകൾ. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കി പകരം ബിയർ ഗ്ലാസ് ബോട്ടിലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന കുപ്പികളിലാണ് പ്രതിനിധികൾക്ക് കുടിവെള്ളം നൽകിയത്. ജില്ലാ സമ്മേളനത്തിന്റെ പരസ്യവും ഈ ബോട്ടിലുകളിൽ പതിപ്പിച്ചിരുന്നു. ചിന്താ ജെറോം അടക്കം ഈ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാണ് ട്രോളുകൾക്കിടയാക്കിയത്. എന്തായാലും ഇത്തരം തെറ്റായ പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം ഒടുവിൽ പ്രതികരിക്കുന്നത്. നിയമ നടപടിയെക്കുറിച്ച് നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ചിന്ത പറഞ്ഞു. വെളുത്ത കുപ്പികൾക്ക് പകരം തവിട്ട് നിറത്തിലുള്ള കുപ്പികളിലാണ് സമ്മേളന വേദിയിൽ കരിങ്ങാലി വെള്ളം എത്തിച്ചത്. ഇവ ബിയർ കുപ്പികളാണെന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പ്രചരണം നടത്തിയത്. വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചിന്താ ജെറോം ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയർ ആണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണം. CPM കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകാപരമായ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ഇത് മറച്ചു പിടിക്കുന്നതിന് കൂടിയാകാം ബോധപൂർവം അർത്ഥശൂന്യമായ ചില പരിഹാസങ്ങളും വിമർശനങ്ങളുമായി ഒരു കൂട്ടർ ഇറങ്ങിപ്പുറപ്പെടുന്നത്. വരും കാലത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും സമരരൂപങ്ങളെയും നിർണ്ണയിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുടെ ഇടമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സമ്മേളനവും. പ്രയോഗത്തിന്റെ പ്രത്യയശാസ്ത്ര രൂപമാണ് മാർക്സിസം. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃകാ പാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത്. ഇതിന്റെ ചിത്രങ്ങൾ ബിയർ കുപ്പിയാണ് എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിക്കുന്നത്. സത്യാനന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അസത്യങ്ങൾ പ്രചരിക്കപ്പെടുന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ ബിയർ കുപ്പി പരിഹാസം. പുള്ളിപ്പുലിയുടെ പുള്ളികൾ ഒരിക്കലും ആയില്ല എന്ന് ബോർഹസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധർ, അസത്യ പ്രചാരകർ കള്ളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവർ എത്രയും വേഗം തങ്ങളുടെ മാനസിക നില പരിശോധിക്കാൻ തയ്യാറാവണമെന്നുമാണ് ചിന്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത് ദൗർഭാഗ്യകരമാണെന്നും ചിന്ത അഭിപ്രായപ്പെട്ടു. പാർട്ടിയെ ആക്രമിക്കാനുള്ള മോശപ്പെട്ട ശ്രമമാണ് ഉണ്ടായത്. 3 ദിവസമായി ഞാൻ പാർട്ടി സമ്മേളനത്തിലായിരുന്നു. ബിയർ കുപ്പി വിവാദമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ചൂടുവെള്ളം കുപ്പിയിൽ കൊടുത്തതാണ്. പ്രതിനിധികൾക്കും സ്റ്റേജിലുള്ള നേതാക്കൾക്കും ചൂടുവെള്ളം നൽകുന്നതിന് സംഘാടക സമിതി വളരെ മാതൃകാപരമായി കുപ്പി ഉപയോഗിച്ചു. ഇതിലെന്താണ് പുതിയ കാര്യം? ആരാണ് ഇത് ചെയ്യാത്തത്? വീടുകളിലും ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റേജിലിരിക്കുമ്പോൾ തന്നെ കുപ്പിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ അത്ഭുതം തോന്നിയെന്നും ചിന്ത കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ മാത്രമല്ല ഒപ്പമുള്ള സഖാക്കളും അതിൽ വെള്ളം കുടിച്ചിരുന്നുവെന്നും സൈബർ ആക്രമണത്തിലെ തുടർ നടപടി പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചിന്ത കൂട്ടിച്ചേർത്തു. CPIMന്റെ കേരളത്തിലെ ജില്ലാ സമ്മേളനങ്ങളിൽ ആദ്യത്തേതായ കൊല്ലം ജില്ലാ സമ്മേളനം ഡിസംബർ 10-നാണ് തുടങ്ങിയത്. ഈ സമ്മേളന പരിപാടിയിൽ ബിയർ വിതരണം നടന്നുവെന്ന വ്യാജ ആരോപണമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായത്. സമ്മേളന വേദിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും മുൻപിൽ ബിയർ കുപ്പികൾ ഉണ്ടായിരുന്നു എന്നത് പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം. എന്നാൽ അതിനുള്ളിൽ കരിങ്ങാലി വെള്ളമായിരുന്നു എന്നതായിരുന്നു സത്യം. പ്രതിനിധി നേതാക്കൾക്ക് കുടിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയതായിരുന്നു ഇതെല്ലാം. പ്ലാസ്റ്റിക് കുപ്പി ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഒരു കുപ്പിയായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുടിവെള്ളം ബിയർ കുപ്പിയിൽ വൃത്തിയാക്കി അതിൽ വിതരണം ചെയ്തത്. കുപ്പികളിൽ പാർട്ടി സമ്മേളനത്തിന്റെ സ്റ്റിക്കറും പതിച്ചിരുന്നു. കുടിവെള്ളം നിറച്ച കുപ്പികളെയാണ് ബിയറാണ് സമ്മേളന വേദിയിൽ നേതാക്കൾക്ക് കുടിക്കാൻ നൽകിയതെന്ന തരത്തിൽ പലരും കുപ്രചരണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.